പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 30 ശനിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 21 അധ്യായം 13 വാക്യം. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഈ വചനത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടത്തിലാണ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. യെരൂശലേമിലേക്ക് പോയാൽ ബന്ധനവും കഷ്ടതയും കാത്തിരിക്കുന്നുവെന്ന് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി. കൂടെയുണ്ടായിരുന്ന വിശ്വാസികളും പോകരുത് എന്നപേക്ഷിച്ചു. എന്നാൽ അതിന് പൗലോസ് നൽകിയ മറുപടിയാണ് ഇന്നത്തെ വചനം. ഞാൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസിൻ്റെ ധൈര്യവും സമർപ്പണവുമാണ്. പൗലോസിന് യേശുക്രിസ്തു ജീവന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് കഷ്ടതകളും ഭീഷണികളും അദ്ദേഹത്തെ പിന്നോട്ട് അടിക്കാതെ ഇരുന്നത്. ഇന്നത്തെ ലോകത്തിൽ നമുക്കും പലവിധ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചില പരിഹാസങ്ങൾ ഉണ്ടായേക്കാം. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ക്രിസ്തീയ മൂല്യങ്ങൾ പാലിക്കുമ്പോൾ നഷ്ടങ്ങൾ വന്നേക്കാം. എന്നാൽ പൗലോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവിളി വ്യക്തമായാൽ ഭയം പിന്നോട്ട് പോകും എന്നാണ്. പൗലോസിനെ മുന്നോട്ട് നയിച്ചത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. സ്നേഹിതർ കരഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. യഥാർത്ഥ വിശ്വാസം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രം ദൈവത്തെ അനുഗമിക്കുന്നതല്ല, കഷ്ടതകളിലും ദൈവത്തോടൊപ്പം നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ ദൈവം നമ്മെ ഒരു ദൗത്യത്തിലേക്ക് വിളിക്കും. പ്രാർത്ഥനയുടെ മനുഷ്യനാകാൻ, സത്യത്തിൻ്റെ സാക്ഷിയാകാൻ, ആത്മാർത്ഥ സേവനം ചെയ്യാൻ, ബുദ്ധിമുട്ടുകൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ. അപ്പോൾ പലവിധ ഭയങ്ങൾ വരാം. എനിക്ക് കഴിയുമോ? ജനങ്ങൾ എന്തു പറയും? നഷ്ടം വരുമോ? എന്നിങ്ങനെ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുവാനും സഹിക്കാനും ഒരുങ്ങിയ മനസ്സ് ദൈവം നമ്മിൽ ആഗ്രഹിക്കും. പൗലോസിന്റെ ജീവിതം നമ്മെ മറ്റൊരു കാര്യം കൂടെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം സുഖ അന്വേഷണമല്ല, സമർപ്പണമാണ് എന്ന്. ഇത് പലരും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കും. പക്ഷെ പൗലോസ് അനുഗ്രഹങ്ങളെക്കാൾ ദൈവഹിതത്തെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും ലോകത്തെ സ്വാധീനിക്കുന്നത്. നമ്മുടെ വിശ്വാസം എത്ര ആഴമുള്ളതാണ് എന്ന് പരിശോധിക്കേണ്ട സമയം ഇതാണ്. ചെറിയ വിമർശനങ്ങൾ പോലും നമ്മെ തളർത്തുന്നുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ നാം പിന്മാറുന്നുണ്ട്. അല്ലെങ്കിൽ പൗലോസിന് വേണ്ടി പോലെ കർത്താവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയും. ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശം ഇതാണ്: സത്യമായ സമർപ്പണം ഭയത്തേക്കാൾ വലിയതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽപ്പാൻ നമുക്ക് സാധിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം ഒരിക്കലും വ്യർത്ഥമാകുകയില്ല. അതിനാൽ പൗലോസിനെ പോലെ ധൈര്യമുള്ളവരായി, സമർപ്പണമുള്ളവരായി, വിശ്വാസത്തിൽ ഉറച്ചവരായി നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പൗലോസ് അപ്പോസ്തലനെ പോലെ നിന്റെ ഹിതത്തിനനുസരിച്ചുകൊണ്ട് സമർപ്പിതമായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഭയത്തെ, പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ ശക്തരാക്കണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിനായി ധൈര്യത്തോടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.